Hey guys, എല്ലാവർക്കും വീട് ടോക്സിലോട്ട് സ്വാഗതം. So guys, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ മിക്സ്ഡ് ഫുഡ് ചാലഞ്ച്. കയ്യടിയാ. അപ്പൊ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് വേണ്ടി guys നമ്മൾ കുറച്ച് ദിവസം വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് വീഡിയോസും എഡിറ്റിങ്ങും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? കാണാത്തവർ ഇപ്പൊ തന്നെ ചെന്ന് കാണുക. കാണുക guys. ഒക്കെ നമ്മുടെ മീറ്റപ്പിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇനി നമ്മൾ ഫുൾ അങ്ങോട്ട് നമ്മുടെ കിഡിലൻ ചാലഞ്ച് ആയിട്ട് നമ്മൾ ബൂട്ട് ക്യാമ്പ് ബോയ്സ് എല്ലാവരും ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ബൂട്ട് ക്യാമ്പ് ബോയ്സിന് വേണ്ടി 2 ബോൾ എടുത്തിട്ടുണ്ട്. രണ്ടിൽ നമ്മൾ ഫുഡിന്റെ കുറച്ച് ഐറ്റംസ് ആണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോളിൽ നിന്ന് ഒരു സാധനം എടുക്കാം, അതൊരു ഫുഡ് ആയിരിക്കും. ഇതൊന്നും ഒരെണ്ണം എടുക്കാം, അതും ഒരു ഫുഡ് ആയിരിക്കും. ഓക്കെ, സോ എന്തെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ ഇത് മിക്സ് ചെയ്യണം. ഓക്കെ, ഒന്നര പ്ലേറ്റിലിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലാസ്സിലിട്ട് മിക്സ് ചെയ്യാം. അതിലിട്ട് മിക്സ് ചെയ്ത് ഞാൻ മിക്സ് വെച്ചു തരും. ചിലപ്പോ കുടിക്കാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ കഴിക്കാനുള്ളതായിരിക്കും. എന്തായാലും വായിക്കുന്ന പോണായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആരാ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവലുണ്ടല്ലേ? ഞാൻ ഫസ്റ്റ് എടുക്കും. ഞാനാ കൊച്ചത് ഈ കൂട്ടത്തിൽ ഇളയത് ഞാനാ. നീ എടുത്തോ പൊട്ടിക്കല്ലേ? നല്ല ബർഗർ കിട്ടണേ. ഇതെന്തുകൊണ്ട് മറ്റേത് സോസ് ആയിരിക്കും. ഇനി മേ ബി ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റാത്തൊരു സാധനമായിരിക്കും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കഴിക്കാൻ. ഇതിന്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് കഴിക്കണം, അല്ലെങ്കിൽ അതിന്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് കഴിക്കണം. അതെങ്ങനെ? അങ്ങനെയാണ് കളി. സാധനം പറ. ചില്ലി മിക്സ്. ഓക്കെ ഗൈസ്, അപ്പൊ ഒരു പേപ്പറിൽ ഷേക്കും അതുപോലെ തന്നെ ചില്ലി മിക്സ്. ഓക്കെ, നമ്മൾ അട്ടിപ്പൊളി പച്ചമുളക് ഇട്ട് മിക്സ് ചെയ്ത ഒരു സംഭവം ഉണ്ട് ഗൈസ്. ഓക്കെ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു കൂച്ചലുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മുളക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മുളക് മിക്സ് കേട്ടോ. ഒരു സാധനം സേഫ്റ്റി ആയിട്ട് ഇവിടെ വെക്കാൻ പറ്റില്ലല്ലോ. അതിനോട് ഞാൻ യോജിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വികാരം ഇല്ലല്ലോ. അത് മിന്നാന്നുണ്ടാക്കിയതാ ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും മിക്സ് ചെയ്യാം. ഫുൾ ഇടണോ വേണ്ടേ? അയ്യോ, ഭൂരിവശം. ഞാൻ ഒരു കാര്യം പറയട്ടാ, ഇത് പകുതി പോലെ ആയിട്ടില്ല. ഇത് തന്നെ ഇത്ര ഉള്ളൂ. ഓക്കെ, വലിയ പ്രശ്നമല്ല. ഇതെങ്ങനെ കുടിക്കും? കുടിക്ക്. എടാ, ഇത് ടേസ്റ്റ് ഉണ്ടാ. ഇതൊരു എരിവും പുളിയും മധുരം കാണാം. അയ്യോ, തുപ്പുന്ന മണത്തോക്കിയതാ. ഇത് ഇറങ്ങൂല. കുറച്ച് വെള്ളം എടുത്ത് കുടി. കൊന്നല്ലോടാ. എന്ത് കഴിഞ്ഞില്ലേ? പെട്ടെന്ന് തീർക്ക്. കുറച്ചും കൂടി ഉള്ളടാ. ഒരു കാര്യം ബാക്കി ഉണ്ടെങ്കിൽ വേണേ ആക്കി കൊടുത്തോ. ബാക്കി കുടി. ടേസ്റ്റ് നോക്കണ്ട. നീ ഫുഡ് ബ്ലോഗർ അല്ലേ? റിവ്യൂ പറയും. വാസ്കോ റിവ്യൂ പറയും. അടുത്ത താഴത്തേക്ക് മുളക് മൊത്തം ഇപ്പൊ കുടിച്ചു തീർത്ത് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട്. വെറുതെ അല്ല മാക്ക് കുടിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല. മുതലെടുക്കാണല്ലേ? അതെന്തോ ചെമ്മീന്റെ കഷ്ടം. പല്ലിയുടെ തല. ഗൈസ്, ഓക്കെ, അപ്പൊ നമ്മുടെ വക്രയുടെ ചാൻസ് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇറക്കിപ്പോ? അയ്യോ, വിളിക്കാത്ത വിളിയില്ല. കുഴപ്പമൊന്നുമില്ല. ഇതെന്തൊരു പിന്നെ നല്ല അമൃതല്ലേ അതേക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇനി നമ്മുടെ അടുത്ത ചാൻസ് നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഏക്കെയാണ് ഗൈസ് ഒക്കെ എടുക്കുന്നത്. എങ്ങോട്ട് വരുന്നു? തള്ളിക്കറി കൊല്ലോ. അവന്റെ രാഗിലല്ലോ. എങ്ങോട്ട്? ഇന്ന് ഞാൻ എടുത്തേ. ഇനിയിപ്പോ നീ എടുത്ത് പറഞ്ഞ നീ തിന്നേണ്ടി വരും. ഫസ്റ്റ് കിട്ടിയത് എന്താ? കാണിക്ക. ഓ ഗൈസ്, ഓക്കെ, ന്യൂഡിൽസ് ആണ് ഇപ്പൊ ഫസ്റ്റ് കിട്ടിയത്. ഗൈസ്, ഓക്കെ, അപ്പൊ നൂഡിൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സോയ സോസ് ഉണ്ട്. ഇത് ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അത് പൊട്ടിച്ചിട്ടില്ലടാ. അത് പൊട്ടിച്ചാ ആരോഗ്യമുള്ളവർ പൊട്ടിക്കട്ടെ. മണ്ടോ
നീ ഇരുപടാ പൊട്ടത് പോടാ മണ്ട. സോയാ സോസാ ആ പിന്നെ നീ പിന്നെ നീ എന്ത് ദോശ വിചാരിച്ചു? സോയാ സോസ് അയ്യോ ഒഴിക്കുവാണേ. Good boy goes to heaven, bad boy goes to Bangkok. Same, but different. No money, no honey. Good boy goes to heaven. Bad boy goes to Bangkok. ചായ നോക്കി കഴിക്ക് തിന്ന് ഇവൻ. ഐഷ്, ഇന്റെ പൊന്നോ, ഇത് ചാലക്കുടിയില് കാച്ചടിക്കുന്നു കുഴപ്പമില്ലാന്നാ. ഇതൊക്കെ എങ്ങനെ തിന്നണ ഇവന്? ചെറിയൊരു പുളിയോ അത് ചെറിയൊരു പുളിപ്പുള്ളൂ എന്നാലും മണം മണമുണ്ടോ എന്നാലും കേറ്റുമല്ലേ സത്യമാണ അളില് നിൽക്കുമല്ലേ, എക്സ്പ്രഷൻ ഇടാത്തതല്ലേ. അത് കുറച്ച് അയ്യോ വേണ്ടേ ഗൈസ്. അപ്പൊ നമ്മുടെ ഏക്കേന്റെ ചാൻസ് കേട്ടിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു റോസ്റ്റ് ആയിട്ടുള്ള ഒരു കോംബോ സെറ്റ് ആക്കി വെച്ചാണ് ആ പൊട്ടരാണെങ്കിൽ അത് വാരി വെച്ച് തിന്നും ചെയ്തത്. എനിക്ക് എന്തിന്റെ കുഞ്ഞാണോ എന്തോ നല്ല കോമ്പോ നല്ല നിങ്ങളും ട്രൈ ചെയ്ത് ഒരു കാര്യം ചെയ്യാം നമുക്ക്. ക്യാമറ ഓഫ് ആക്കിയപ്പോഴാണ് സത്യം വെളിയിലേക്ക് വന്നത്. 4 നേരം അത് തിന്നാൻ കൊടുക്കാം ഇനി മുതല്. ഓക്കെ, നല്ല കോംബോ നല്ല അവന്റെ ഫുഡ് തിന്നുന്ന ഞാൻ അതിനേക്കാളൊക്കെ ബെറ്റർ അയ്യോ വാസ്കോന്റെ ഇത് തികയോ? അതെന്താ അങ്ങനെ ഒരു ടോളിക്ക് പിക്കിൾ ഗായ്സ്. ഓക്കെ, അച്ചാറാണ് ഇപ്പൊ ആദ്യത്തെ കിട്ടിയിട്ടുള്ളത്. മറ്റേ സാധനം പെപ്സിയാ. ചിക്കൻ ലെഗ് ചിക്കൻ ലെഗ് പീസാ? ഒന്നും കൂടി കറക്റ്റ് ആണോ നോക്കി. അതല്ല ആ കോഴിന്റെ ഒറിജിനൽ കാലെടുത്ത് കൊടുക്ക്. അങ്ങനെ ചൂടാത്തല്ലേ ഫ്രഷ് ആയിട്ട് വെട്ടിയ കാലെടുത്ത് കൊടുക്ക്. എടാ ഇത് ശരിയല്ലടാ. ഇത് എങ്ങനെയാടാ ഇതൊക്കെ എങ്ങനെ? ചിക്കൻ ലെഗ് പീസ്. എന്റെ പൊന്നെ മൊരി മൊരിന്നിരിക്കണ ചിക്കൻ. ഞാൻ നോക്കുമ്പോ ആർക്കവന്റെ പട്ടി പട്ടിക്കുഞ്ഞ. ഈ അച്ചാർ മൊത്തത്തിൽ കമ്മുത്തണം. എല്ലാരും ഒന്ന് സഹായിച്ചു. തൊട്ട് പോയത് ആ ചെക്ക തലക്കൂടെ വീഴും. ഇവിടെ അതിങ്ങോട്ടൊന്നും അറിഞ്ഞാലുണ്ടല്ലേ നമ്മുടെ ലെഗ് പീസ് ഊരേണ്ടി വരും. കൊട്ടട്ടെ. എത്ര ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവുടാ. ഇത് ക്യാമറമാനും വാസ്കോയും തമ്മിൽ എന്തോ കൊളാബ് ഉണ്ട് തോന്നുന്നുണ്ട്. ഷെയ്ക്ക് ഞാൻ ഫസ്റ്റത്തെ കടിക്കുള്ളൂ. ടേസ്റ്റ് കാണുമല്ലേ? നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ? കുറച്ച് തന്നേ നൂഡിൽസ് തരാന്ന് പറഞ്ഞതാ. ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചതാ. സൂപ്പർ സൂപ്പർല ചിക്കൻ കുടിച്ച് അച്ചാറ് ഫുള്ള് പോയി. അതെ, ഇത് തിന്നണം. പോടാ. അച്ചാർ തിന്നണം. അങ്ങനെ തിന്നാ പോരാ. ഇത് കേട്ട് തീർക്കാന്നേ. മേടിച്ചു എനിക്ക്. അയ്യോ, ഓക്കെ, ചിക്കൻ തിന്നു കഴിഞ്ഞു. ഇനി അച്ചാർ തെറ്റിയാണ്. എടാ, ഇതിപ്പോ വീഡിയോ കാണുന്നവർ വിചാരിക്കും എനിക്ക് ഇവിടെ തിന്നാന്ന് കൊടുക്കുന്നില്ല. ഇവിടെ എത്തുമ്പോൾ തിന്നത് ചിലപ്പോ പണിയായിരിക്കും. എടാ, ഉള്ളി മാത്രം തിന്ന ഫോളാണ് ഇത്. അച്ചാർ കൂട്ടിയതാ. ചിക്കനും അച്ചാറും അല്ലാണ്ട് തിന്നിട്ട് പോയാൽ മതി. നിങ്ങളാ കൊള്ളാക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നേ. നല്ല രീതിയുണ്ട്. ഇല്ലല്ല, അത് പറഞ്ഞ എരിവുണ്ടാവില്ല. ചിക്കൻ പിന്നെ ഷെയ്ക്കും മുളകൊക്കെ കഴിച്ചപ്പോ പിന്നെ എന്നിട്ട് നമ്മളെല്ലാരും കൊതിപ്പിച്ചല്ല. അയ്യോ, ഇത്രയും അച്ചാറായാലും ബാക്കി ചിക്കൻ മാത്രം തിന്നിരിക്കുന്നു. ഓക്കെ, ഇട്ടതൊക്കെ കഴിയാ നിന്നെ രാവിലെ ടോയ്ലറ്റിൽ നിന്ന് വിടും. ഷെയർ ചെയ്യരുത്. നോ ഷെയറാണ്. നിന്നെ ബാക്കിൽ നിന്ന് ചൂടൊക്കെ അടിക്കുന്നു. ചെവിന്ന് മറ്റേ പോകാ. അയ്യോ, എന്താണ് ഇറക്കിട്ട് പോയാ മതി. കഴി ഇറക്കണം. ഇനി അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. ഫയർഫോഴ്സിനെ വിളിക്കണം. ഇത് വാസ്കോ ചെയ്തത് ഫോളോ ആണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഗൈസ്, ഇനി എന്റെ ചാൻസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും എടുക്കാം. പൊടച്ചോനെ, എടാ എന്താണെങ്കിലും ഞാൻ ഫുള്ള് കഴിക്കും. ഇനി നല്ല സാധനമാണെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കും. അതാണ് എന്റെ മനസ്സ്. അതാണ് പെപ്സി ആൻഡ് ഗീ റൈസ് ആണ്.
ആ പിന്നെ അങ്ങനെയാണല്ലേ പിന്നെ എങ്ങനെ പിന്നെ ഞാൻ കരുതി ചോറ് തിന്നിട്ട് ഇങ്ങടുത്ത് അവരെ നമ്മുടെ റാശിക്കുള്ള റൈസും കോളയോടെ എത്തിയിട്ടുണ്ട് ഇച്ചിരി അച്ചാറ് സലാഡൊക്കെ റൈസ് ഒന്ന് എടുത്തോളേ അവിടെ എടുത്തടാ പിടിച്ച് കഴിച്ചാൽ മതിയാ കുഴിയാക്കാം ആ കുഴിയൊന്നും വേണ്ട നേരെ ഒന്നും വേണ്ട അതൊക്കെ ഞങ്ങൾ ആക്കി തന്നോളാം എടാ വാസ്കോ കുടിക്കരുത് അവിടെ വെക്കാതെ എന്തിനാ ഇവിടെ കേറ്റിയേ വേണ്ട അത് കുടിച്ചൂടാ അത് കുടിച്ചൂടെ നോക്കട്ടെ നന്നായിട്ട് കുടിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതവിടെ പോയി ജ്യൂസ് കഴി കൂട്ട് ഇതെന്ത് പൂച്ചയ്ക്ക് കൊടുക്കുന്ന കഴിച്ചേ നല്ലോണം ടേസ്റ്റ് ഉണ്ടോ അതെ അതെ നല്ല വൃത്തിയായിട്ട് ടേസ്റ്റ് ഉണ്ട് നടക്കൂല എന്ത് നന്നായിട്ട് നടക്കും എന്തൊക്കെയോ ഒരു ഇങ്ങനെ എന്തൊക്കെയോ വരുന്നത് പോലെ feel. ഇത് ബായ് വേണേ ഇപ്പൊ ഇത് പിടുത്തം പിടിക്കും ഇതാ ആ പിന്നെ അച്ചാറ് സലാഡും പെപ്സി സൂപ്പറാ എന്നാ നീ അങ്ങ് പിടിക്കും കൊള്ളാം കൊള്ളാം എന്നാ പുള്ളി കൊള്ളാം അച്ചാറ് കൊള്ളാം ബാക്കിയൊന്നും കൊള്ളൂല ഓടെ അവിടെ എന്നാ പുള്ളി തീർന്നിട്ട് ഇന്നലെ ഇത്തിരി കൂട്ടി ഇത്ര ചോറ് ഞാൻ തിന്നൂല ഞാൻ ആ ഒരു ഇത്ര ചോറ് തിന്നുള്ളൂ ആര് പറഞ്ഞു ഞങ്ങൾ പറയുന്ന നിങ്ങൾ ആരും ഉറുമ്പ ഇച്ചിരി ചോറ് റാശി വരുമ്പോ റാശി ഇത്രേ ഉള്ളു ഞാൻ ആനയുടെ ഫ്രണ്ടിലൊന്നും പോകില്ല കേട്ടോ എന്താണ്? കരിമ്പാന്ന് പറഞ്ഞ് തിന്നു നമ്മളെ ഇടത് തിന്നാലോ അത് ഭയങ്കര സീനാണ് എന്ത് scene? ഒരു സീനില്ല കഴിക്കണോ ടേസ്റ്റ് ഞാൻ കഴിച്ചു ബാക്കിയത് പൊന്നോ നല്ല ചെറുതായിട്ട് വലുതായിട്ട് ഫ്ലോപ്പായി പെപ്സിക്ക് ഇത്ര പവർ ഉണ്ടെന്ന് ആദ്യം അറിയുന്നത് കഴിച്ച് സത്യം പറഞ്ഞാൽ തിന്നാൻ പറ്റൂല പൊക്കോ അപ്പൊ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഗൈസ് ഇഷ്ടപ്പെട്ടാലും ഗൈസ് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കരുത് ആൻഡ് ഇതുപോലെ കിടിലൻ ചാലഞ്ച് വീഡിയോസിനെ ഗൈസ് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കിടിലൻ അടുത്തൊരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും സോ ടാറ്റാ